തിയേറ്റർ റെസ്പോൺസ് അറിയുന്നതിൽ ഒരുപാട് സന്തോഷം. ആൾക്കാരൊക്കെ ചിരിക്കുന്നത് കേൾക്കുമ്പോൾ സന്തോഷം. എല്ലാവരും എൻജോയ് ചെയ്തെന്ന് വിചാരിക്കുന്നു. ഇനി എല്ലാവരും തിയേറ്ററിൽ പോയി കാണാൻ എൻജോയ് ചെയ്യുക, അത്രയേ ഉള്ളൂ. ഇപ്പോൾ ഇറങ്ങിയിട്ടേ ഉള്ളൂ, നോക്കുന്നേ ഉള്ളൂ ഒക്കെ. തിയേറ്ററിൽ കണ്ടത്രയും എല്ലാവരും നല്ലോണം റെസ്പോണ്ട് ചെയ്തു. പക്ഷേ ഫാമിലി എൻ്റർടൈനറാണ്. അപ്പോൾ തിയേറ്ററിൽ കണ്ടാലും ഒരു രസമുണ്ടാവും. അപ്പോൾ തിയേറ്ററിൽ തന്നെ വന്ന് കാണാം. ഒരു എന്താ പറയുക 100 മൂവിയിലേക്ക് എത്തിക്കുക. ഒത്തിരി മുബിൻ പുതുമുഖമാണ്, റാഫിക്കാർ മുഖം അഭിനയിച്ചിട്ടുണ്ട്. അവനൊരു പുതുമുഖമാണെന്ന് പറയില്ല. എങ്കിലും ഒരുപാട് എക്സ്പീരിയൻസ് ഉള്ള ആക്ടിങ് ചെയ്ത പോലെ ചെയ്തിരിക്കുന്നത്. അർജുൻ അശോകൻ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിനൂടെ ഞാൻ ആദ്യമായിട്ട് അഭിനയിക്കുന്നത്. ഒരു രക്ഷയില്ലാത്ത പറയുന്ന കാര്യമില്ല, എനിക്ക് നടന്നില്ല. ഒന്നുമില്ല, ഞാനിതിനകത്തൊരു എന്താ പറയുക വില്ലനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ക്യാരക്ടറാണ് ചെയ്യുന്നത്. പക്ഷേ അത് ചെയ്തു വന്നപ്പോൾ ഒരു കോമഡി ഷെയ്ഡിലേക്ക് വന്നു. അതങ്ങനെ ചെയ്തു പോയപ്പോൾ അങ്ങനെ ആയതാണ്. അത് ജനം ശരിക്കും സ്വീകരിച്ച് ഒത്തിരി സന്തോഷം. അതെ, ഇത് ഈ സിനിമയുടെ ലൊക്കേഷൻ, ഈ സിനിമ അഭിനയിച്ച് കഴിഞ്ഞാണ് ഇപ്പോൾ ചെയ്യുന്ന പടത്തിൻ്റെ അത് ചുവട് പിടിച്ച് തന്നെ ഈ വില്ലൻ എന്നുള്ള ട്രാക്ക് മാറ്റിയിട്ട് ഒരു എന്താ പറയുക ഹ്യൂമർ ടച്ചുള്ള ക്യാരക്ടറാണ് ഇപ്പം മുഴുവൻ ചെയ്യുന്നത്. നല്ല സിനിമയാണ്, ഫാമിലിയായിട്ട് കാണാൻ പറ്റിയ നല്ല സിനിമയാണ്. തമാശ എല്ലാം ഉണ്ട്. കുറേ നാളിന് ശേഷം നല്ലൊരു മൂവിയാണ്. ടൈം ചിരിക്കാനുള്ള നല്ല പടം. എല്ലാവർക്കും വന്ന് കാണും. കുഴപ്പമില്ല, നല്ലായിരുന്നു. നല്ല എൻ്റർടൈൻമെൻ്റ് ആയിരുന്നു. ഒരു കോമഡി മൂവിയാണ്. കോമഡി വർക്കൗട്ട് ആയിട്ടാണ്. ഇല്ല, ആദ്യം ഇത് പാട്ടിലൊക്കെ കണ്ടപ്പോൾ ചെറിയൊരു ഇതുണ്ടായി. അപ്പോൾ സിനിമ കണ്ടപ്പോൾ നല്ലൊരു എൻ്റർടൈൻമെൻറ്റ്. ഇത് ആ ട്രാക്ക് പിടിച്ചേക്കണം മാത്രമേ ഉള്ളൂ. റിയാസ് ഖാൻ ഇപ്പോൾ ഭയങ്കര ട്രെൻഡായിട്ട് അതെ അങ്ങനത്തെ ഒരു പരിപാടി വർക്കൗട്ട് ആയിരുന്നു. കൊള്ളാം, അടിപൊളിയല്ലേ. എല്ലാവരും എന്ത് പറഞ്ഞു? എല്ലാവരും അതെ പുതിയതായിട്ട് ചെയ്തതായിട്ട് തോന്നുന്നില്ല. ഞാൻ ഈ പടത്തിൻ്റെ അസോസിയേറ്റ് റൈറ്ററാണ്. എൻ്റെ പേര് നൗഷാദ് ഷാഹുൽ. റാഫി സാറിൻ്റെ കൂടെ ഒരു സ്ക്രിപ്റ്റിൽ വർക്ക് ചെയ്യുക എന്ന് പറഞ്ഞാൽ ശരിക്കും ഭയങ്കര ഒരു സ്വപ്നതുല്യമായ കാര്യമാണ്. നമ്മൾ പഞ്ചാബി ഹൗസ് അതുപോലുള്ള സിനിമകളൊക്കെ ഉള്ള ഒരു പ്രേക്ഷകനാണ് ഞാൻ. ചെറുപ്പത്തിലെ തെങ്കാശിപ്പട്ടണം അതുപോലുള്ള സിനിമകളൊക്കെ കണ്ട് അദ്ദേഹത്തിൻ്റെ ഒരു ആരാധകനാണ്. അപ്പോൾ റാഫി സാറിൻ്റെ കൂടെ ഒരു സ്ക്രിപ്റ്റിൽ സാറിൻ്റെ ഒരു വശത്തിരുന്ന് സ്ക്രിപ്റ്റിൽ ഒരു അസിസ്റ്റൻ്റായിട്ട് അല്ലെങ്കിൽ അസോസിയേറ്റ് ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റിയത് വളരെ സന്തോഷമാണ്. ഈ പടം എന്ന് പറയുന്നത്, ഈ വൺസ് അപ്പോൺ ടൈം എന്ന് പറയുന്നത് ശരിക്കും നാദിർഷയ്ക്കയുടെയും റാഫി സാറിൻ്റെയും ഒരു ഡിഫറൻ്റ് ആയിട്ടുള്ളൊരു അപ്രോച്ചാണ്. സാധാരണ ചിരിക്കുന്ന പോലത്തെ ഒരു ഫുൾ ലെങ്ത് ചിരിപ്പടമല്ല. ഒരു ചിരിയുടെ അണ്ടർ കറണ്ടിൽ, ഒരു ചിരിയുടെ ബേസിൽ ഒരു ഡീസൻറ്റ് ത്രില്ലറാണ് പറഞ്ഞു പോകുന്നത്. അതിൽ അർജുൻ അശോകും മുബിൻ റാഫിയും ഗംഭീരമായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. വില്ലന്മാരും അടിപൊളിയായിരുന്നു, നായികയും എല്ലാവരും രസമായിരുന്നു. എന്നാൽ ഈ ചിരി മുഹൂർത്തങ്ങളുണ്ട്, അത് നമ്മൾ നന്നായിട്ട് ചിരിക്കുകയും ചെയ്യും. ഇങ്ങനെ ഒരു ആക്ഷൻ പടത്തിനകത്ത് ഈ കുറച്ച് ചിരി വരുമ്പോൾ, ചിരിയുടെ മുഹൂർത്തങ്ങൾ വരുമ്പോൾ അത് ഭയങ്കരമായിട്ട് നോർമൽ ചിരിപ്പടങ്ങളെക്കാൾ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യാനും പറ്റും. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു.